എനിക്ക് കഴിഞ്ഞ ദിവസം 2 സ്പെഷ്യൽ മാങ്ങ കിട്ടി. അത് പഴുപ്പിച്ച് കഴിക്കുന്നൊക്കെ പറഞ്ഞാണ് തന്ന് വിട്ടതെങ്കിലും, ഇവിടെ കൊണ്ടുവന്നപ്പോൾ എനിക്കത് അന്നേരം അച്ചാറിട്ട് കൂട്ടണം. പുളിപ്പൊന്നുമില്ലാത്ത നല്ല രുചിയുള്ള മാങ്ങയാണ്. അപ്പോൾ അത് ഞാൻ വന്നപ്പോഴേ അരിഞ്ഞ് ഉപ്പൊക്കെ പുരട്ടി അങ്ങ് വെച്ചു. രാവിലെ തുണി കഴുകി വിരിക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനകത്തോട്ട് എടുത്തിട്ടതാ. അത് പകുതി ആയപ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു ഓട്ടോ ഓടേണ്ടി വന്നൊരാവശ്യത്തിന്. അത് ഓഫ് ചെയ്തിട്ടിട്ടാണ് രാവിലെ അങ്ങോട്ട് പോയത്. പിന്നെ ആ വഴി അങ്ങ് ജോലിക്ക് പോയി. ഇപ്പോൾ വൈകിട്ട് വന്ന് ഒന്നും കൂടിയൊക്കെ ഒന്ന് ലിക്വിഡൊക്കെ ഒഴിച്ച് ഒന്നൂടൊക്കെ വാഷ് ചെയ്ത് വിരിച്ചു. എന്നിട്ട് വന്ന് ഒരു കുഞ്ഞി അച്ചാറിടാം. അച്ചാറെന്നൊന്നും പറയാൻ പറ്റൂല. എൻ്റെ ഒരു കൊതിക്ക് ഞാനങ്ങനെ അങ്ങ് ആക്കി തീർത്തെന്നേ ഉള്ളൂ. നല്ലെണ്ണയൊന്നും ഇരിപ്പില്ലായിരുന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉലുവയിട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടു, കറിവേപ്പിലയിട്ടു, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തു. പിന്നെ നമ്മൾ ഉപ്പൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്തതോടെ അച്ചാറല്ല എന്നാലും അത് റെഡിയായി. ലാസ്റ്റ് കുറച്ച് കായപ്പൊടി ചേർത്തായിരുന്നു. കായപ്പൊടി ചേർക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോഴത്തേക്കും കറണ്ട് അങ്ങ് പോയി. പിന്നെ ഞാനും മോനുകുട്ടനോട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി നോക്കിയിരുന്ന് കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ട് കറണ്ടൊന്നും വരുന്ന ഒരു മട്ട് കണ്ടില്ല. പിന്നെ ഞങ്ങൾ മീൻ വറക്കാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് മാന്തളും മസാലയൊക്കെ പുരട്ടിയത് ഇരിപ്പുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ അങ്ങോട്ടെടുത്ത് ചീനിച്ചട്ടിയിലോട്ട് ഇട്ടു. അപ്പോഴത്തേക്ക് കറണ്ടൊക്കെ വന്നു. പിന്നെ കുറച്ച് തുണികൾ മടക്കി വെക്കാനൊക്കെ ഉള്ളത് കട്ടിലെ കൊണ്ടിങ്ങനെ വിശാലമായിട്ട് ഇട്ടേക്കുമായിരുന്നു. അത് പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ മടക്കി ഒതുക്കി പെറുക്കിയൊക്കെ വെച്ചു. അപ്പോഴത്തേക്കും മീനൊക്കെ റെഡിയായി. അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോൾ ഇനി സമാധാനത്തോടെ ചോറ് വിളമ്പാം. അമ്മ കപ്പ പുഴുങ്ങിയത് തന്നു വിട്ടിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചമ്മന്തിയൊക്കെ അരച്ചെടുത്തായിരുന്നു കറണ്ട് പോകുന്നതിന് മുമ്പേ. ഏത്തയ്ക്ക കപ്പ പോലെ അതായിരിക്കാം, അതുപോലെ നല്ല കളറാണ് കേട്ടോ. അപ്പം കാന്താരി ചമ്മന്തിയും കപ്പ പുഴുങ്ങിയതും പഴുത്ത മാങ്ങാക്കറിയുണ്ട്, മാന്തൾ വറുത്തതുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ സ്പെഷ്യൽ അടിപൊളിയായിരുന്നു പ്രിയങ്ങളെ. അത് ചൂടോടുകൂടി കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. എളുപ്പം അങ്ങ് തീർന്നു പോയി കേട്ടോ. അധിക ദിവസമൊന്നും വെച്ചിരിക്കാനും കൊള്ളത്തില്ല, നമ്മൾ അങ്ങനെ പാകപ്പെടുത്തിയല്ലല്ലോ ഉണ്ടാക്കിയത്. എന്തായാലും ഇത് സൂപ്പറായിരുന്നു. ഞാൻ കുറേ കഴിച്ച് രാത്രി തന്നെ. ഇതൊക്കെ കുറേ ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ്. ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്ന വീഡിയോ എടുപ്പൊക്കെ നാളെ തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. ഉഷാറായിട്ട് വരാൻ നോക്കാം കേട്ടോ.